CUT UG 2026 വഴി ഇഫ്ലു ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി അതിന്റെ അപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇഫ്ലു എന്ന് പറയുന്നത്. ഒരുപാട് കുട്ടികൾ ഡൽഹി യൂണിവേഴ്സിറ്റി കഴിഞ്ഞാൽ, JNU കഴിഞ്ഞാൽ, അതുപോലെ തന്നെ BHU കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇഫ്ലു എന്ന് പറയുന്നത്. ഫോറിൻ ലാംഗ്വേജ് അതുപോലെ തന്നെ ഇംഗ്ലീഷിനൊക്കെ പേര് കേട്ട യൂണിവേഴ്സിറ്റിയാണ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സ് CUT UG എഴുതിയിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ കമന്റിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി അതിന്റെ അപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയത് 16th ജൂലൈ ആയിരുന്നു. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 5/8/2026 ആണ്. ഓഗസ്റ്റ് 5th ആണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു നല്ല ഏകദേശം 15-20 ദിവസത്തിനടുത്ത് ഇതിന്റെ ഒരു ടൈം പീരീഡ് ഉണ്ട് അപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡേറ്റ് പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. ഇതിന്റെ ഒഫീഷ്യൽ അപ്ലിക്കേഷൻ വെബ്സൈറ്റ് എന്ന് പറയുന്നത് https:iflu.iflu.cut.samarth.edu.in എന്നുള്ളതാണ് ഇതിന്റെ അപ്ലിക്കേഷൻ പോർട്ടൽ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് പോയാൽ ഇതിന്റെ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാം. അപ്പൊ ഇവിടെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം 16 കോഴ്സുകളാണ് UG പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. അതിൽ ഒരുപാട് ഫോറിൻ ലാംഗ്വേജ് കോഴ്സുകളുണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് കോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഇഫ്ലു തന്നെ പല ക്യാമ്പസുകളിലായിട്ടാണ് ചില കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. പിന്നെ ഏതൊക്കെ പേപ്പർ വെച്ചാലാണ് നമ്മൾ ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആവുക കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് വരുന്നത് ജനറൽ, അതുപോലെ തന്നെ OBC, NCL, അതുപോലെ തന്നെ EWS കാറ്റഗറീസിന് 580 രൂപയാണ്. പിന്നെ SC ST കാറ്റഗറീസ് ആണെങ്കിൽ 275 രൂപയും, PWD കാൻഡിഡേറ്റ് ആണെങ്കിൽ 110 രൂപയാണ് അപ്ലിക്കേഷൻ ചാർജ് ആയിട്ട് വരുന്നുള്ളത്. അപ്പൊ ഏതൊക്കെ കോഴ്സാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ബേസിക്കലി നിങ്ങൾ ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും പേപ്പർ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇഫ്ലുവിൽ എലിജിബിൾ ആവുന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ജനറൽ ടെസ്റ്റ് പേപ്പർ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇഫ്ലുവിൽ ഏത് കോഴ്സിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ 2 കോഴ്സിന്റെ ടോട്ടൽ മാർക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഇതിൽ റാങ്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഔട്ട് ചെയ്യുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പോർട്ടലിൽ. നമുക്ക് ഏതൊക്കെ കോഴ്സ് അതുപോലെ തന്നെ എത്ര സീറ്റ്സ് കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പൊ ഇതിൽ BA ഹോണേഴ്സ് ഇംഗ്ലീഷ് ഹൈദരാബാദ് ക്യാമ്പസിലാണ്. ഹൈദരാബാദ് ക്യാമ്പസിൽ BA ഹോണേഴ്സ് ഇംഗ്ലീഷ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ സീറ്റ്സ് എന്ന് പറയുന്നത് 40 സീറ്റാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. പിന്നെ വരുന്നത് BA ഹോണേഴ്സ് റിസർച്ച് ഇൻ ഹിന്ദിയാണ്. ഇതിൽ 20 സീറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. പിന്നെ വരുന്നത് BA ഹോണേഴ്സ് അറബിക് ആണ്, അതിലും 20 സീറ്റ്സ് ആണ്. പിന്നെ ഉള്ളത് BA ഹോണേഴ്സ് ചൈനീസ് ആണ്, റിസർച്ച് ഇൻ ചൈനീസ് ആണ്, അതിലും 20 സീറ്റ്സ് ആണ്. പിന്നെ BA ഹോണേഴ്സ് ഫ്രഞ്ച് ഉണ്ട്, പിന്നെ BA ഹോണേഴ്സ് ജർമ്മൻ ഉണ്ട്, BA ഹോണേഴ്സ് ജാപ്പനീസ് ഉണ്ട്. ഇതിലൊക്കെ 20 സീറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ BA ഹോണേഴ്സ് കൊറിയൻ ഉണ്ട്, അതുപോലെ തന്നെ BA ഹോണേഴ്സ് പേർഷ്യൻ, BA ഹോണേഴ്സ് റഷ്യൻ, സ്പാനിഷ്, ഇറ്റാലിയൻ, ഈ കോഴ്സുകളൊക്കെ 20 സീറ്റ്സ് ആണ് വരുന്നുള്ളത്. പിന്നെ BA ഹോണേഴ്സ് റിസർച്ച് ഇൻ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കോഴ്സ് കൂടി ഹൈദരാബാദ് ക്യാമ്പസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയുടെ ഹൈദരാബാദ് ക്യാമ്പസിൽ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ. അതുപോലെ തന്നെ അത് കൂടാതെ ഇഫ്ലുക്ക് വേറെ 2 ക്യാമ്പസുകളുണ്ട്, ഷില്ലോങ്ങിലും അതുപോലെ തന്നെ ലക്നൌവിലും ക്യാമ്പസ് ഉണ്ട്. അതിൽ ഷില്ലോങ്ങിലുള്ള ക്യാമ്പസിൽ BA ഹോണേഴ്സ് റിസർച്ച് ഇംഗ്ലീഷ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, BA ഹോണേഴ്സ് ഇംഗ്ലീഷ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ നമ്പർ ഓഫ് സീറ്റ്സ് എന്ന് പറയുന്നത് 20 സീറ്റ്സ് ആണ്. പിന്നെ ഇതിൽ ഷില്ലോങ് ക്യാമ്പസിൽ തന്നെ BA ഹോണേഴ്സ് ഇൻ റിസർച്ച് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ സബ്ജക്ട് റേറ്റ് ഇതെന്ന് പറയുന്നത് ഇംഗ്ലീഷ് ജേർണലിസ്റ്റ് എഴുതിയാൽ മാത്രം മതി. അതിന്റെ സീറ്റ് എന്ന് പറയുന്നത് 20 സീറ്റ്സ് ആണ്. പിന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് ലക്നൗ ക്യാമ്പസിലാണ് BA ഹോണേഴ്സ് ഇംഗ്ലീഷിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇഫ്ലുവിൽ ഏകദേശം 3 BA ഹോണേഴ്സ് ഇംഗ്ലീഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഹൈദരാബാദ് ക്യാമ്പസിലും, ഒന്ന് ഷില്ലോങ് അതുപോലെ തന്നെ ലക്നൗ ക്യാമ്പസിലാണ്. ഷില്ലോങ്ങിലും ലക്നൗ ക്യാമ്പസിലുള്ള BA ഹോണേഴ്സ് ഇംഗ്ലീഷിന്റെ സീറ്റ് എന്ന് പറയുന്നത് 20 സീറ്റുകളാണ്, 40 സീറ്റാണ്. ഹൈദരാബാദ് ക്യാമ്പസിലാണെന്നുണ്ടെങ്കിൽ BA ഹോണേഴ്സ് ഇംഗ്ലീഷിന് 40 സീറ്റാണ് മെയിൻ ക്യാമ്പസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ബേസിക്കലി നിങ്ങൾ ഇംഗ്ലീഷ് ജനറൽ ടെസ്റ്റ് പേപ്പർ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കയറാൻ വേണ്ടി പറ്റുന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. വൺ ഓഫ് ദി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് യൂണിവേഴ്സിറ്റികൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ വേറെ മാർക്ക് വേറെ കാര്യങ്ങൾ +2 മാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലിയ ഇതാക്കുന്നില്ല, വാല്യൂ ചെയ്യുന്നില്ല നിങ്ങളുടെ അഡ്മിഷന് വേണ്ടിയിട്ട്. ബേസിക്കലി നിങ്ങളുടെ CUT സ്കോർ കാർഡ് ആ ഒരു സ്കോറാണ് അനലൈസ് ചെയ്യുന്നത്. പിന്നെ മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ടാവും. ഒരു 50% നിങ്ങൾ 12th പാസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനറൽ OBC SC EWS കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 12th 50% മാർക്കിന് മുകളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എലിജിബിൾ ആണ്. SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 45% മുകളിലുണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിന്റെ വിഷയത്തിലൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ CUT ഇംഗ്ലീഷിൽ ജനറൽ ടെസ്റ്റ് പേപ്പർ എഴുതിയിരിക്കണം. അതിൽ നല്ല സ്കോർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഫ്ലുവിൽ കൊടുക്കാം. ഇഫ്ലു എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റികൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റിയാണ്. ടോപ്പ് റാങ്കിൽ വരുന്ന നമ്മുടെ CUT UG 2026 എല്ലാ വർഷങ്ങളും ടോപ്പ് റാങ്കിലൊക്കെ ഇംഗ്ലീഷിലും ജനറലൊക്കെ വരുന്ന ആൾക്കാർ അപ്ലൈ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇഫ്ലു എന്ന് പറയുന്നത്. ഫോറിൻ ലാംഗ്വേജുകൾക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷിനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ക്യാമ്പസ് ആണ്, ബെസ്റ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് കൂടിയാണ്.
ഒരുപാട് പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടെ ഒക്കെ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിർബന്ധമായി അപ്ലൈ ചെയ്യേണ്ട യൂണിവേഴ്സിറ്റിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി. അപ്പോൾ മറക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് August 5th ആണ് അപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഹെൽപ്പ് ഡെസ്കിൽ വരുന്നതായിരിക്കും. താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഹെൽപ്പ് ഡെസ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.